നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ ചർച്ച നാളെയും തുടരും. ചർച്ചകൾ ആശാവഹമാണെന്നും നാളെ നടക്കുന്ന തുടർ ചർച്ചയിൽ സന്തോഷമായ അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമെന്നും പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചു. കുടുംബങ്ങൾക്കിടയിൽ ഏകാഭിപ്രായത്തിലേക്ക് എത്തിക്കാനും അതുവരെ ശിക്ഷ നീട്ടിവെപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, ഈ മണിക്കൂറിൽ ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. എന്തായാലും ചർച്ചയിൽ ആശ്വാസകരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ആര്യ, കോടതി വിധി പ്രകാരം മറ്റന്നാളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെടുകയും യമനിൽ സ്വാധീനമുള്ള പ്രശസ്ത സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു. അങ്ങനെ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി സംഘമായ ഉത്തര യമനിലെ ദാമറിലെത്തുകയും ഇന്ന് പകലും രാത്രി വൈകിയും അവിടെ ചർച്ചകൾ നടത്തിയിരുന്നു. അതായത് ഈ യമൻ പൗരൻ കൊല്ലപ്പെട്ട പ്രദേശത്തെ ഗോത്ര നേതാക്കളുമായും ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായും ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്തി. ചർച്ചയ്ക്ക് ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് കുടുംബങ്ങൾക്കിടയിൽ ഒരു ഏക അഭിപ്രായം കൊണ്ടുവരണം. ഈ വിഷയം, ഈ കൊലപാതകം ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയ വൈകാരിക വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒരേ അഭിപ്രായത്തിൽ എത്തിക്കേണ്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ നീണ്ടു പോകുന്നത്. ഏതായാലും നാളെ രാവിലെയും ഈ ചർച്ചകൾ തുടരാൻ വേണ്ടി ഈ പ്രതിനിധി സംഘം അതേ സ്ഥലത്ത് തുടരുന്നുവെന്നാണ് കാന്തപുരത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സന്തോഷകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കാമെന്ന ഒരു സൂചനയാണ് യമനിലെ പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചിരിക്കുന്നത്. നാളെ പകലും രാവിലെ മുതൽ തന്നെ ചർച്ചകൾ തുടങ്ങും. പ്രധാനമായും ഈ ഗോത്ര സമൂഹത്തെയും അവരുടെ നേതാക്കന്മാരെയും ഒപ്പം തന്നെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ചകൾ നടത്തി അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതായത് രണ്ട് തരത്തിലാണ് ഇത് പരിഹരിക്കാൻ കഴിയുക. ഒന്ന്, ദിയാദാനം വാങ്ങി മാപ്പ് നൽകുക, അല്ലെങ്കിൽ ദിയാദാനം വാങ്ങാതെ തന്നെ മാപ്പ് നൽകി നിമിഷപ്രിയ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക. ഈ രണ്ട് വഴികളാണുള്ളത്. ഇതിലേതെങ്കിലും ഒരു വഴി സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കാന്തപുരം ഇടപെട്ടത് വഴിയാണ് ഈ അവസാന മണിക്കൂറിൽ നിർണായകമായ ചർച്ച യമനിൽ നടക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിന് നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. അക്കാര്യം സുപ്രീം കോടതിയിലും ഇന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് സാധ്യമായ എല്ലാ വഴികളും തേടുന്നുവെന്നും സർക്കാരും അറിയിച്ചിരുന്നു. അങ്ങനെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന് സാധിക്കുന്ന വിധത്തിൽ അവിടെയുള്ള പ്രമുഖ സൂഫി പണ്ഡിതനുമായി ബന്ധപ്പെടുകയും ആ സൂഫി പണ്ഡിതൻ ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ തന്നെ ഉത്തര യമനിലെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലേക്ക് വിടുകയും ഇന്ന് ചർച്ചകൾ രാത്രി വൈകി നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നാളെ രാവിലെ മുതൽ തന്നെ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അറിയിച്ചത് ഈ വധശിക്ഷയ്ക്കുള്ള കാലാവധി നീട്ടിവെക്കാം, അക്കാര്യത്തിൽ മാത്രമായിരിക്കാം ചർച്ചകൾ നടക്കുക എന്നാണ് കേന്ദ്രം. അതിന് മാത്രമുള്ളൊരു സാധ്യതയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ യമൻ പൗരന്റെ സഹോദരൻ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ നാളത്തെ ചർച്ചയിൽ കുറച്ചുകൂടി നമുക്ക് കാലാവധി നീട്ടുന്നതുൾപ്പെടെ ഒരു ആശ്വാസകരമായ തീരുമാനത്തിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാമോ? ആര്യ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താം. ഇന്ന് കാന്തപുരത്തെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ തന്നെ വന്ന് കണ്ടിരുന്നു. അതായത് ഇതിന്റെ പരിമിതി എന്ന് പറയുന്നത് യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല, അവിടെ എംബസി ഇല്ല, അതുകൊണ്ടൊക്കെ പ്രശ്നങ്ങളുമുണ്ട്. എന്നാലും കേന്ദ്ര സർക്കാർ ഈ വധശിക്ഷ നീട്ടിവെക്കാനുള്ള സാധ്യതകൾ കേന്ദ്ര സർക്കാരും തേടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇക്കാര്യം അറിയിക്കുകയും ഈ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അതായത് യമനിലെ വിധി പ്രകാരം വ്യാഴാഴ്ചയാണ് വധശിക്ഷ നടപ്പാക്കേണ്ടത്. പക്ഷേ സുപ്രീം കോടതിയിലെ ഹർജി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നതും അതുകൊണ്ടാണെന്നാണ് കരുതുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിലെല്ലാം അപ്പുറം അവിടെയുള്ളത് ഗോത്ര സമൂഹമാണ്. ആ ഗോത്ര സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുമായി നേരിട്ട് സംസാരിക്കാനും അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായും ഇതുവരെ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതോടുകൂടി യമനിൽ സ്വാധീനമുള്ള സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന് അദ്ദേഹത്തിന് അവിടെയുള്ള പ്രതിനിധി സംഘത്തെ നേരിട്ട് ഈ ഗോത്ര സമൂഹത്തിലേക്ക് അയക്കാൻ സാധിച്ചു. അതായത് ഉത്തര യമനിലെ ദമാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ യമൻ പൗരന്റെ നാടെന്ന് പറയുന്നത്. അവിടേക്ക് ഈ പ്രതിനിധി സംഘത്തെ അയക്കാനും അവിടെയുള്ള ഗോത്ര സമൂഹവുമായും ഒപ്പം തന്നെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായും സഹോദരനുമായും നേരിട്ട് ഇവർക്ക് സംസാരിക്കാൻ സാധിച്ചു. ആ ഘട്ടത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാം ഒരുപോലെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തീരുമാനത്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നടക്കുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.